ഷോപ്പിൽ പോകാൻ ഇറങ്ങിയപ്പോൾ മൂന്നാളും കൂടെ വന്ന് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഒരു രസമെന്ന് അറിയാം. ഞാൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പട്ടിക്കൂടിൻ്റെ അടുത്തോട്ടൊന്ന് വന്ന ചെരുപ്പിൻ്റെ മണ്ടയിൽ വെച്ചിരുന്നു. എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ദാദാ രണ്ടുപേരും വന്നിരിക്കുന്നു. അവരെഴുതി അവരെ കൂട്ടി കയറ്റാനാണ് വന്ന്. എന്ത് കഷ്ടം അത്. എവിടെയെങ്കിലും ഉണ്ടോ കൂട്ടി കയറിക്കോളാൻ വെപ്രാളം പിടിച്ച് കിടക്കുന്ന പട്ടിക്കുട്ടികൾ? എന്തോ കൂട്ടി കയറണോ? അണ്ണൻ വന്ന് എന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. അണ്ണൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അയ്യോ കുറ്റിയിട്ടിരിക്കുന്നു. ഐറ്റി കുറ്റി എടുത്തോട്ടേ, ഗേറ്റിൻ്റെ കുറ്റി എടുത്തേ. ഓ ഷവായി കൊണ്ടുവന്നു. ഷവായി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ലൈനായിട്ട് നിൽക്കുക. ആദ്യം അവിടെ കൂടെ, അല്ലെങ്കിൽ വായിലിരിക്കുന്ന കേൾക്കും. മണിക്കുട്ടിയാണേ അടകിന് കൊടുക്കാത്തവര്. അവൾക്ക് വേണ്ട, അവള് ചോറ് കഴിച്ച് വയറിറങ്ങിയിരിക്കുന്നതാ കാര്യം. ആക്രാന്തം പിടിച്ചൊരു കുരുട്ടിന് പൊളിക്കുന്നുണ്ട്. അതൊരു കുരുപ്പ്. ആ കുരുപ്പിനോട് എന്തുവാ കിട്ടിയില്ലേ? ഇപ്പം വരും, ഇപ്പം കൊണ്ടുവരും. വെയിറ്റ്. ഗേറ്റ് പൊളിക്കരുത്, തരും. നീ എവിടെ പോന്ന്? പാല് പോയിക്കാണ്. എന്താ ദാസപ്പ താഴെ ഇല്ലടാ. ടാക്കു പാപ്പ സമ്മതിക്കത്തില്ല. എല്ലാരും കേറി നിന്ന് മേടിച്ചാ കഴിക്കുന്നത്. താന്ന് നിന്ന് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് കേറി നിന്നാണ് മേടിക്കുന്നത്. പിടിച്ചു അടിക്കുക. ഓ അതിൻ്റെ അടിയിൽ നിൽപ്പുണ്ട്. എല്ലാം ഉണ്ട് അവിടെ. മണിക്കുട്ടി, കിളിക്കുട്ടി, ജിമ്മിക്കുട്ടി, എല്ലാ കുട്ടികളും ഉണ്ട്. നിനക്ക് തരാം ആദ്യം മണിക്കുട്ടിക്ക്. ഇച്ചിരി മുമ്പേ ദാസപ്പനെ അപ്പുറത്തെ വീട്ടിലെ പെരയിടത്തിലെ തെങ്ങില് തേങ്ങ എടുത്ത ആള് വന്ന് അവിടെ തേങ്ങ എടുത്ത് ഇടുമ്പോ ഇവിടെ ഓടടാ ഓട്ട കുരയ്ക്കുകയും ചെയ്യും ഓടുകയും ചെയ്യും. ഈ താസപ്പൻ കണ്ട വലിയ ജിംനേഷ്യം ഒക്കെ ആണെന്ന് തോന്നും, പക്ഷെ ആള് വെറും പിഞ്ചു മനസ്സാ. വാടേ കൂട്ടി കയറാറേ, അമ്മയുടെ വാടേ കൂട്ടി കയറേ. ഞാനു പാപ്പാ കൂട്ടി കയറാ. അണ്ണെന്തോ അപ്പുറം നിൽക്കുന്നു, അതുകൊണ്ടാണ് അവർ വരാത്തത്. അവിടെ തന്നെ എങ്ങനെ കൊണ്ട് വീണ്ടും ചിക്കൻ തിരിച്ചു കൊണ്ട് തന്നാലോ എന്ന് കരുതിയാ. ഷോപ്പിൽ പോണൂടെ കൂട്ടി കയറേ വന്ന്. ജാഗപ്പാ ഇനി ഞാൻ കമ്പെടുക്കും, നോക്കിക്കോ. അവിടെ പോയി കൂട്ടി കയറി. ചെല്ലു കൂട്ടി കയറുക. വേഗം കയറി. നാലുപേരും കയറിയാ? എന്തോ എടുക്കുന്നു, ഉറങ്ങണ? മണ്ണി കിടക്കും അവിടെ എടുത്തി കണ്ടോ. ഇച്ചിരി ഉച്ചയാകുമ്പോഴത്തെ ഇവിടെ എല്ലാം കുഴിച്ച് വയ്ക്കും മൊത്തത്തിൽ. മണ്ണൊക്കെ കുഴിച്ച് ആ മണ്ണിൽ കിടക്കും. എവിടെ പോകാൻ ഇവിടെ നീക്കുന്നത്? ഇങ്ങോട്ട് മാറി, ഞാൻ അവിടെ കയറി ചോറെടുക്കട്ടെ. മാറിയില്ലേ? പോട്ടാ, ജോലിക്ക് പോട്ടാ. വരുന്നാ കുട്ട. എടാ കുട്ട, നീ വരുന്നാണ്. അണ്ണൻ ഞാൻ കൃഷിയുടെ ഒരു സൂത്രപ്പടി പറഞ്ഞുതരാം. വലിയ കറുത്ത കട്ടറുമ്പല്ലേ, അത് കൃഷി നശിപ്പിക്കുന്നെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ പുളിയുറുമ്പിനെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. പച്ചുറുമ്പിനെ ഇതുണ്ട. അത് മാവിനകത്തുണ്ടായിരുന്നു. ആ മാവ് കമ്പടിച്ചുകൊണ്ട് വന്ന് അതേപോലെ ഇവിടെ വെച്ച് കൊടുത്തു. അവരും തമ്മിൽ വഴക്കടിച്ച് അവരങ്ങ് ആരെങ്കിലും ഒരാൾ ജയിക്കുന്ന പുളിയുറുമ്പേ ജയിക്കത്തുള്ളൂ, മറ്റേ കട്ടറുമ്പ് തോറ്റു. കൃഷിയെ രക്ഷിക്കുക. ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കണം, യുദ്ധമുറകൾ. കുറേ നേരമായി. പോവാ ഇമ്മി പോട്ടാ. വരണാ? എന്തുണ്ട് പച്ചറുമ്പേണ? അയ്യോ, അതിന് മുട്ട ഉൾപ്പെടെ കൊണ്ടുവച്ചാടേ. പച്ചറുമ്പിൻ്റെ മുട്ട ഉൾപ്പെടെ കൊണ്ടുവച്ചു. ഇനി ഈ ചെടി മൊത്തം ഈ പച്ചറുമ്പ് കയറി വന്നിട്ട് മറ്റുള്ള കറുത്തുറുമ്പിനെ എല്ലാം ഓട്ടിക്കും.
അതാണ്ട് ഇവിടെ യുദ്ധം തുടങ്ങി. ഓൾറെഡി ഇതാ ഇവിടെ യുദ്ധം തുടങ്ങി കഴിഞ്ഞു. കറുത്തുറുമ്പ് അതാണ്ട് പച്ചുറുമ്പ് കറുത്തുറുമ്പ് തമ്മിലൊരു യുദ്ധം ഇവിടെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അവരവിടെ യുദ്ധം നടത്തിട്ട് ഞങ്ങള് ഷോപ്പിൽ പോവാണ്. നമുക്ക് പോവാൻ സമയമായി. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളെ വീട്ടിലുള്ള പട്ടിക്കുട്ടന്മാരെ എല്ലാം നമുക്ക് കിട്ടിയത്. ജിമ്മിയും റാണി ഒഴികെ ബാക്കി എല്ലാവരും കിടന്നുകൊണ്ടേ വാലാട്ടത്തോളം. ഒന്ന് നീറ്റ് വാലാട്ടടി. ഉറക്കം വന്ന് തൂങ്ങിയിട്ട് എണീക്കടി കള്ളി. എടി ജൂലി ഒക്കെയുള്ള ബറ്റാലിയൻസ് ഒക്കെ എവിടെ ഉണ്ട്? എവിടെ ഉള്ളവരെയൊന്നും കാണുന്നില്ലല്ലേ. ഇനിയിപ്പോൾ വരുത്തേ ഉള്ളൂ വണ്ടിയുടെ സൗണ്ട് കേട്ടോ. അതുകൊണ്ട് വണ്ടിയുടെ അടിയിൽ രണ്ടുപേരും കിടപ്പുണ്ട്. അതിൽ ഒരാൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. നമ്മളെ ആട്ടുംകുട്ടി വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. വന്നീകരിക്കാൻ നമ്മളൊന്ന് ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിട്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും റെഡിയായി കിട്ടാത്തത് കൊണ്ട് നമുക്ക് വന്നിരിക്കാൻ പറ്റില്ല. ഇപ്പം അന്നെന്താ ചൂടടിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് എൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരും. കാരണം ഫുഡ് കൊണ്ടുവന്ന് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജോലി ഉറക്കത്തിൽ നിന്നിട്ടാ ചോറ് കഴിക്കുക. അതുകൊണ്ട് വെള്ളയും അവിടെ നിന്ന് ചോറ് കഴിക്കുന്നവർ. അവിടെ രണ്ടുപേരും വണ്ടിയുടെ ഇടയിൽ ഉറക്കം എണീറ്റിട്ടുണ്ട്. അവരും ഇനി ഒന്ന് ചോറ് കഴിച്ചോളും. അങ്ങനെ ഞാൻ എൻ്റെ ഷോപ്പിലോട്ടും കയറുകയാണ്. ഇതാണ് എൻ്റെ ഷോപ്പ്. അണ്ണൻ്റെ ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ ഷോപ്പ്. അത് ഓൺലൈൻ വർക്കുകൾ ചെയ്യുന്നൊരു സെൻ്ററാണ്. ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. കറുപ്പനാണേ. കഴിച്ചോ. ഒരാൾക്ക് ഇച്ചിരി ഗമയുള്ള ഒരാളുണ്ട്. ഓരവിടെ വണ്ടിയിൽ എടുത്ത് കിടക്കുന്നുണ്ട്. ഉണ്ട് ഈ കിടക്കുന്ന ആള്. ഇവൻ്റെ പേര് പെണ്ണാണ്. നമ്മളെ ചിണ്ടനെ വിളിക്കുന്നത്. അവൻ ഇനി അടുത്ത് വരുന്നത്. അവൻ കിടക്കുന്നിടത്ത് നമ്മൾ കൊണ്ടു കൊടുക്കണം. ഒരു ധാർഷ്ട്യം അവൻ കിടക്കുന്നിടത്ത് കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ. ഇങ്ങോട്ട് വന്ന് ചോദിച്ചൊന്നും കഴിക്കത്തില്ല. ഭയങ്കര VIP ആണ്. ഇവിടെ കടയുടെ ഫ്രണ്ടിലെ റോഡ് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ഇതിൻ്റെ പണി ഇനി എന്ന് തീരുമെന്ന് ആർക്കും അറിയത്തില്ല. അവർക്ക് മാത്രം അറിയാം, പിന്നെ ദൈവത്തിനും അറിയാം. കുറച്ച് കുഴിച്ചു വയ്ക്കും, വീണ്ടും മണ്ണിടും, പിന്നെയും കുഴിക്കും, വീണ്ടും മണ്ണിടും. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നടക്കുക. ഇതൊന്ന് പണിയിന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് വർക്കെങ്കിലും വന്നേനായിരുന്നു കടയിൽ. ഇപ്പം അണ്ണനും വർക്കില്ല, വളരെ കുറവാണ്. ഈ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നത് കാരണം. തങ്കിതോരം അവിടുന്നേ വരുന്നുണ്ടാ. ഓടിക്കൊണ്ട് വരിക. ആ റോഡിൻ്റെ അപ്പുറം നിന്നപ്പോഴേ ഞങ്ങളെ കണ്ടപ്പോൾ വാലാട്ടി തുടങ്ങി. ഇരുന്നുണ്ടോ മുന്നിൽ ഓടിക്കൊണ്ട് വരിക. എങ്ങോട്ട് വന്ന് തങ്കി തുടങ്ങ്. നിന്നെ എവിടെ ആരും വിളിച്ചടി? നീ ഇപ്പൊ ഇവിടെ അല്ലല്ലോ, നീ വേറെ വീട്ടിലല്ലേ? അവിടെ അവിടെ അയക്കാതെ ഇങ്ങോട്ട് വന്നേ എന്ത്? അപ്പൊ ചോറ് കഴിച്ചോ, ചോറ് കഴിച്ചോ. ചെല്ലേ പോയി തിന്നെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.